ചൊവ്വാഴ്ച രാത്രി 12:15 പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യയുടെ ജിദ്ദ കോഴിക്കോട് വിമാനത്തിലെ യാത്രക്കാർ ബോർഡിംഗ് പാസ് എടുത്ത ശേഷമാണ് യാത്ര റദ്ദാക്കിയത്. സർവീസ് നടത്താൻ മുംബൈയിൽ നിന്നും സ്പെയർ പാർട്സ് കൊണ്ടുവന്ന് സാങ്കേതിക തകരാർ പരിഹരിക്കണമെന്നായിരുന്നു വിശദീകരണം. യാത്രക്കാരെ വിവിധ ഹോട്ടലുകളിൽ താമസിപ്പിച്ചു. തുടർന്ന് ഇവരെ ഇന്ന് രാവിലെ ഹോട്ടലിൽ നിന്ന് വിളിച്ചുണർത്തി 6 മണിക്ക് എയർപോർട്ടിലെത്തിച്ചു. എന്നാൽ ഫ്ലൈറ്റ് എപ്പോൾ പോകുമെന്നതിനെക്കുറിച്ച് ഇതുവരെ വിവരം നൽകിയിട്ടില്ല. ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നവരോട് മോശമായാണ് അധികൃതർ പെരുമാറുന്നതെന്ന് യാത്രക്കാർ ആരോപിച്ചു. 12:20 നമ്മുടെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞത്. 8 മണിക്ക് അവിടെ ലാൻഡ് ചെയ്യും കരിപ്പൂർ എന്ന് പറഞ്ഞതാ. അവിടെ നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചത്. പിന്നെ 12 മണിക്ക് ഒരു മെസ്സേജ് നമുക്കൊന്നുമില്ല. എന്താണ്, എപ്പോഴാണ് പോവുക, എന്താണ്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഞങ്ങളൊക്കെ ക്യൂ നിർത്തി ഇപ്പൊ പോവും, ഒരു 500 ആൾക്കാരും കൊണ്ട് ജംബോ ഇവിടെ വന്നിട്ടുണ്ട്, അത് ക്ലീൻ ആക്കേണ്ട സമയങ്ങൾ ഞങ്ങൾക്ക് തരണ്ടേ എന്നൊക്കെ ചോദിച്ച് ഇങ്ങോട്ട് തട്ടിക്കയറി. ബുധനാഴ്ച കോഴിക്കോട് നിന്ന് വരേണ്ട വിമാനം ജിദ്ദയിലെത്തിയാൽ മാത്രമേ ഇവർക്ക് യാത്ര ചെയ്യാനാകൂ. ഈ വിമാനം കോഴിക്കോട് നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് 2:30 പുറപ്പെട്ടത്. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് വിമാനം ജിദ്ദയിലെത്തുക. അതേസമയം ഇന്ന് രാത്രി ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകേണ്ട യാത്രക്കാരുടെ യാത്ര മുടങ്ങിയേക്കുമെന്നും സൂചനയുണ്ട്. നാളെ രാവിലെ മാത്രമേ ഇവർക്ക് യാത്ര തുടങ്ങാനാകൂ. മീഡിയ 1 ജിദ്ദ.